നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് ജന്മത്തിലായിരുന്നു നിന്നിരുന്നത്. അതുപോലെ തന്നെ രാഹു ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങളും പ്രധാനമായിട്ടും കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ട് അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഈ 14-ാം തീയതി വ്യാഴം 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അപജയസ്ഥാനത്തേക്ക് മാറുന്നത് കാരണം കൊണ്ട് അത്ര അനുകൂലമായിരിക്കുന്ന സമയമല്ല. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് രാഹു 12-ൽ നിന്നും 11-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകേണ്ട വരുമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ രണവൻ എന്ന് പറയുന്നൊരു യോഗം ചെയ്തിട്ട് ലാഭാധിപതിയും കർമാധിപതിയും 12-ലേക്ക് മാറിയത് കാരണം തൊഴിൽ സംബന്ധമായിട്ടൊരു മാറ്റം പോലെയുള്ള കാര്യങ്ങൾ, വരുമാനത്തിൽ ചെറിയ കുറവുണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. മാത്രമല്ല ദ്വിദ്വാദശ യോഗം കൂടിയാണ് ഈ മാസം. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. എങ്കിലും മെയ് മാസം 14-ാം തീയതി വരെ ദൈവാധീനമൊക്കെ നല്ല രീതിയിലുള്ളത് കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ രോഗാവസ്ഥ, കാൽപാദത്തിന് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് 14-ാം തീയതി വരെ. 14-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനും വരുമാനത്തിൽ കുറച്ച് കുറവുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്യണം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് രക്ഷാസ്ഥാനത്തേക്ക് സർവേശ്വരകാരകൻ വരുന്നത് കൊണ്ട് ഈ വർഷത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ മാസം 15-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് വളരെ നല്ല ദൈവാധീനം വർദ്ധിച്ചത് കാരണം നല്ല രീതിയിലുള്ള ഗുണങ്ങളാണ് കാണുന്നത്. മാത്രമല്ല സർവാഭിഷ്ട സ്ഥാനത്തേക്ക് ശുക്രനും ശനിയും വന്നു. അപ്പോൾ ലഗ്നാധിപതി ഉച്ചബലവാനായി നിൽക്കുന്ന കാരണം വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗം വന്നിട്ടുണ്ട്. കർമാധിപതി ലാഭസ്ഥാനത്തേക്ക് കാരണം ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. പക്ഷേ കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നതാണ് തൊഴിൽ ചില മുടക്കങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കാനിട വരിക എന്ന് പറയുന്നൊരു യോഗം, വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കാരണം 4-ാം ഭാവാധിപതി ആയിരിക്കുന്ന സൂര്യൻ സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നത് കാരണം ആവശ്യമില്ലാത്ത വാശി, എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് 14-ാം തീയതിക്ക് ശേഷം. പിന്നെ വിദേശത്ത് തൊഴിൽ കിട്ടുക, തൊഴിലെടുക്കാനുമായിട്ട് ബന്ധപ്പെട്ട് അന്യദേശത്ത് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ്. എന്തായാലും രക്ഷാസ്ഥാനത്ത് 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലം, സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും മാനസികമായ സന്തോഷവും ദാമ്പത്യ സുഖവും ഒക്കെ അനുഭവിക്കാനായിട്ടും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും യോഗമുള്ള ഒരു മാസമായിട്ടാണ് ഈ കാണുന്നത് മെയ് മാസം 15-ാം തീയതിക്ക് ശേഷം. അപ്പോൾ 4-ാം ഭാവത്തിലെ കേതുവും കർമ്മത്തിലെ രാഹുവുമാണ് ഇടയ്ക്കിടയ്ക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കേതു പൂജയും രാഹു പൂജയും വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ, അല്ലെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങളും സാമ്പത്തികമായിരിക്കുന്ന ഗുണങ്ങളും മാനസികമായ സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.